ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയെ വിമർശിച്ച് മുഖ്യമന്ത്രി. ആർഎസ്എസിനും ജമാഅത്തെ ഇസ്ലാമിക്കും എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത്? മഹാഭൂരിപക്ഷത്തിനും ആർഎസ്എസ് വർഗീയത അറിയാം. ജമാഅത്തെ ഇസ്ലാമി ആർഎസ്എസ് ചർച്ചയ്ക്കെതിരെ ന്യൂനപക്ഷങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തെ മുസ്ലിം സംഘടനകൾ തള്ളിയിരുന്നു. കോൺഗ്രസ് വെൽഫെയർ ലീഗ് ത്രയത്തിന് ചർച്ചയിൽ പങ്കുണ്ടോ എന്നും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വേണ്ടിവന്നാൽ ബിജെപിയിൽ പോകുമെന്ന നിലപാട് കോൺഗ്രസിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്ത് കാര്യമാണ് അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത് എന്ന് ഇന്ന് സമൂഹത്തിൽ എല്ലാവരും ചോദിക്കുകയാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഈ ചോദ്യം ഉയരുന്നത് നാം കാണുന്നു. എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആർഎസ്എസുമായി ചർച്ച ചെയ്യാനുള്ളത്? ആർക്ക് വേണ്ടിയാണ് ആ ചർച്ച? ഇവർ തമ്മിൽ ഒരു പ്രത്യേക കെമിസ്ട്രി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സ്വാഭാവികമായ ചില സംശയങ്ങൾ ഉയർന്നു വരിക. ഇത് വെൽഫെയർ പാർട്ടിയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ മാത്രം ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമാണോ? അല്ല, ഈ ത്രയത്തിന് എന്തെങ്കിലും പങ്കതിലുണ്ടോ? കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന ആ ത്രയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കതിലുണ്ടോ? എം വി ഗോവിന്ദൻ നയിക്കുന്ന CPM ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി. ജാഥ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണം ഞങ്ങൾ ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചെയ്യും. ഗവൺമെന്റിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഗവൺമെന്റ് തുടരണം, ഈ ഗവൺമെന്റാണ് എനിക്ക് പെൻഷൻ തരുന്നത്, ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ഒറ്റ വീട്ടിൽ തന്നെ രണ്ടാൾക്ക് പെൻഷൻ 3200 രൂപയാണ്. 1600 രൂപ പ്രകാരം രണ്ടാൾക്ക് ഒരേ വീട്ടിൽ പെൻഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ജീവിച്ചു പോകുന്നത് ഈ പെൻഷൻ കിട്ടിയിട്ടാണ് എന്നവർ വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഞങ്ങളോട് പറയുകയുണ്ടായി. ഈ ഗവൺമെന്റ് തുടരണമെന്നാണ്. ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ പ്രചാരവേദിയും ഈ മാധ്യമ ശൃംഖലകളാകെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ മുഴുവൻ പ്രചാരവേലയും നടക്കുന്ന സന്ദർഭത്തിലാണ് ജനങ്ങൾ പറഞ്ഞത്, ഈ ഗവൺമെന്റ് തുടരണം. ഈ പാർട്ടിയെ പറ്റി ഞങ്ങൾക്ക് നല്ല മതിപ്പാണ്. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിനും പാർട്ടിക്കും തന്നെ പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചില വിമർശനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത്, ചില ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ തന്നെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹരിക്കാവുന്നത് മുഴുവൻ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ പാർട്ടിക്കെതിരായിട്ട് അതിശക്തിയായ കടന്നാക്രമണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായിക്കെതിരായിട്ട്, പിണറായിയുടെ കുടുംബത്തിനെതിരായിട്ട്, മക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ വില കുറഞ്ഞ പ്രചാരവേല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും ദുർബലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ കണ്ട എല്ലാവരുടെയും വീടുകളിൽ നിന്നും അതുപോലെ നമ്മുടെ സ്വരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ശരിയായ ദിശാബോധത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. പാർട്ടിയെ തന്നെ നവീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പരസ്യമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വ്യക്തമാക്കി. ശരിയായ ദിശാബോധത്തോടെ, ശരിയായ മെറിറ്റ് അടിസ്ഥാനത്തിൽ തെറ്റായ പ്രവണതകളെല്ലാം കുടഞ്ഞു മാറ്റിക്കൊണ്ട് പാർട്ടിയെയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെയും ഫലപ്രദമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ ജാഥ കൂടുതൽ ഊർജം നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആ ഊർജം നൽകുന്ന ഇവിടെയാണ്, ഈ തുളുനാട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ജാഥ. വൈവിളക്ക രക്തസാക്ഷികളെ പറ്റി ഇവിടെ പറഞ്ഞു. ഭാസ്കര കുമ്പളയുടെ ജീവിതം സമർപ്പിച്ച പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി പൊരുതി വളരെ ചെറുപ്പത്തിൽ ബാലസംഘം മുതൽ ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ട് വന്നപ്പോഴാണ് ഈ കുമ്പളയുടെ പേരോടുകൂടി ഓർമ്മിക്കുന്ന ഭാസ്കര കുമ്പളയെ മൃഗീയമായിട്ട് വെട്ടിക്കൊന്നത് എന്ന കാര്യം ഞങ്ങൾ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്.
ആ ഭാസ്കര കുമ്പളെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ധീരരായ രാഷ്ട്രീയ പോരാളികൾ, കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അവരുടെ ജീവിതം എന്തിനാണോ സമർപ്പിച്ചത്, ആ സമർപ്പിത ജീവിതത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ഭാസ്കര കുമ്പള ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വമ്പിച്ച രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള കുതിപ്പിനു വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രതിപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു. ജനകീയ പ്രതിരോധ യാത്രയുടെ തുടക്കമാകുകയാണ് കുമ്പളയിൽ. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചാ വിവാദത്തിന് പിന്നിൽ CPMന്റെ തിരക്കഥയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ നടക്കുന്നത് വില കുറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. മുഖ്യമന്ത്രിയുടെ ജമാഅത്തെ ഇസ്ലാമി വിമർശനം ഇസ്ലാമോഫോബിയാണെന്നും അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി. RSS ചർച്ചാ വിവാദത്തിൽ ഇതാദ്യമായാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പ്രതികരണം. ഇന്ത്യയിലെ പ്രബല മുസ്ലിം സംഘടനകൾ ചർച്ചയിലുണ്ടായിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ തിരക്കഥയുണ്ടെന്ന് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ജനുവരി 14 നടന്ന ചർച്ച ഇപ്പോൾ വിവാദമാക്കുന്നത് CPM കേന്ദ്രങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം ഇസ്ലാമോഫോബിയാണെന്നും അസിസ്റ്റന്റ് അമീർ കുറ്റപ്പെടുത്തി. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി 2016 ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ നടന്ന CPM RSS ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുമോയെന്നും മുജീബ് റഹ്മാൻ ചോദിച്ചു. നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ അന്ന് RSSുമായിട്ട് CM നടത്തിയ ചർച്ച ഇതുപോലെ കാപട്യമായിരുന്നോ? അന്ന് RSSുമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം CPM പുറത്തുവിട്ടിട്ടുണ്ടോ? അതിന് ശരിവെച്ചിട്ടുണ്ട്. CPM RSSുമായി ചർച്ച ചെയ്തപ്പോൾ അവരുടെ പുറത്തുള്ള പുള്ളി കുളിപ്പിച്ച് മാറ്റി കളയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കേണ്ടെന്ന ബാധ്യത CPMനുണ്ട്. വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയുടേതെന്നും ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ തുടക്കം മുതൽ ചർച്ചയ്ക്കെതിരെ രംഗത്തുള്ള സമുദായ സംഘടനകൾക്കെതിരെയോ UDFനെതിരെയോ ജമാഅത്തെ ഇസ്ലാമിക്ക് വിമർശനമില്ല. ഇസ്ലാമോഫോബിയാണ് CPM വളർത്തുന്നത്. മുമ്പും ഇലക്ഷനിൽ CPM ഇത്തരം രാഷ്ട്രീയം കേരളത്തിൽ കളിച്ചിട്ടുണ്ട്. അത് സൃഷ്ടിച്ച മുറിവ് കേരളത്തിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല എന്ന് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കണം. സംഘപരിവാറിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ചർച്ചയിലൂടെ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് സമരമുറയാണെന്നും നേതൃത്വം വിശദീകരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷപ്രസംഗം, അസമിലെ കുടിയൊഴിപ്പിക്കൽ, മുസ്ലിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഒക്കെ ചർച്ചയിൽ ഉയർത്തി. എന്നാൽ RSS മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഉറപ്പുകൾ നൽകിയോ എന്ന് വ്യക്തമാക്കാൻ നേതൃത്വം തയ്യാറായില്ല. ചർച്ച തുടരുമോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. RSSുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പറയണമെന്ന് KT ജലീൽ. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളുടെ വാപ്പയാകണ്ട, ജമാഅത്തെ ഇസ്ലാമി ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും ജലീൽ വിമർശിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ പോലും പിന്തുണയില്ലാത്ത സംഘടനയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേറവകാശം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കത് വേണ്ട, CPIM മുസ്ലിങ്ങളുടെ അമ്മാവനാവേണ്ട എന്നാണ് പറയുന്നത്. ഇവരെന്തിനാണ് മുസ്ലിങ്ങളുടെ വാപ്പയാകുന്നത്? മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് PMSല ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. CPMന് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ അർഹതയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ധാരണ ഉണ്ടാക്കിയവരാണ് CPM എന്നും PMSല കുറ്റപ്പെടുത്തി. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ മാത്രം ഒരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്യാൻ ആരെങ്കിലും അയക്കൂ അല്ലെങ്കിൽ പറയുമോ? അതുണ്ടാകാൻ സാധ്യത. അവരങ്ങനെ പറയാൻ സാധ്യതയില്ല. എനിക്കറിയുന്നു, അവരങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞാൽ ശരിയല്ല എന്നല്ല എല്ലാവരും അഭിപ്രായം. ഞാനായിട്ട് അല്ലെ, ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവർ അംഗീകരിച്ച് അവരെന്നെ പുറത്തുവിട്ട വാർത്തയാണ്. അതിനെക്കുറിച്ച് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുസ്ലിം ലീഗ് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് അത്രമാത്രം പ്രാധാന്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. കറുപ്പിന് വിലക്ക്. കർശന പോലീസ് സുരക്ഷയ്ക്കിടയിലും മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ കണക്കിലെടുത്ത് ഇന്നും നിരവധി പേരെ കരുതൽ തടങ്കലിലാക്കി. യുവജന സംഘടനകളുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടും കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുകയാണ്.
പരിയാരത്തും തളിപ്പറമ്പ് ചുടലിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. കാസർഗോഡ് ചീമേനയിലും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ബോട്ടുകളിലടക്കം പോലീസുകാരെ വിന്യസിച്ചാണ് കാസർഗോഡ് മുഖ്യമന്ത്രിക്ക് സുരക്ഷാ വലയം തീർത്തത്. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ 2 പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കാസർഗോഡും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. പോലീസ് നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതൊന്നും കൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. കരുതൽ തടങ്കലിലൂടെ അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ നിയമപരമായി നേരിടാൻ പോവാ. ഇത് നിയമവിരുദ്ധമായ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഈ സർക്കാരിനെ സമരത്തിൽ മുൾമുനയിൽ നിർത്താനും കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയും എന്നാണ് ഈ ദിവസങ്ങൾ തെളിയിക്കുന്നത്. ജനങ്ങളെ കരുതൽ തടങ്കലിലാക്കുന്ന മുഖ്യമന്ത്രിയുടെ യാത്ര ഭീരുത്വമാണെന്ന് K. സുരേന്ദ്രൻ വിമർശിച്ചു. 15 DYSPമാരടക്കം 900 പോലീസുകാരെയാണ് കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്, കണ്ണൂർ. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ പ്രതീക്ഷിച്ചതിലേറെയാണ് ശിവശങ്കറിന്റെ പങ്കാളിത്തമെന്ന് ED കോടതിയിൽ അറിയിച്ചു. ഈ മാസം 24-ന് ശിവശങ്കറിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ലൈഫ് മിഷൻ കോഴക്കേസിൽ M. ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ നിരത്തി സമ്മർദ്ദം ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കലൂർ PMLA കോടതിയിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ശിവശങ്കറിനെ ഹാജരാക്കിയത്. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തതിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം വിചാരിച്ചതിലും കൂടുതലാണെന്ന് വ്യക്തമായെന്ന് ED കോടതിയിൽ അറിയിച്ചു. കസ്റ്റഡി എക്സ്റ്റൻഷൻ ഓർഡറിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. കോഴ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരാൻ M. ശിവശങ്കറിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനാൽ 4 ദിവസത്തെ കസ്റ്റഡി കൂടി അനുവദിക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ശിവശങ്കറിന്റെ മറുപടി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയെന്ന് ED മറുപടി നൽകി. തുടർന്ന് ഈ മാസം 24 വരെ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഈ മാസം 24-ന് 3:30-ന് ശിവശങ്കറിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊച്ചി. ഗുണ്ടാ തലവൻ പുത്തൻപാലം രാജേഷും സുഹൃത്ത് സാബുവും കീഴടങ്ങി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവർമാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ രാജേഷ് 1 മാസമായി ഒളിവിലായിരുന്നു. തിരുവനന്തപുരം മുട്ടത്തറയിൽ യുവാവിനെ നടുറോഡിലിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മുട്ടത്തറ പെരുന്നലി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് B. ശരവണന് മർദ്ദനമേറ്റത്. വസ്തുതർക്കത്തെ തുടർന്നുണ്ടായ ഗുണ്ടാ ആക്രമണത്തിൽ വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. പത്തനംതിട്ട അടൂർ ഒഴുകുപാറ സ്വദേശിനി സുജാതയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് അയൽവാസിയായ ശരണവും സംഘവും വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. തമിഴ്നാട് തെങ്കാശി പാവൂർ സത്രത്ത് മലയാളിയായ റെയിൽവേ ജീവനക്കാരിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ പ്രതി റിമാൻഡിൽ. കൊല്ലം പത്തനാപുരം വാഴവിള സ്വദേശി അനീഷ് ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലും അനീഷ് പ്രതിയാണ്. റഷ്യൻ അധിനിവേശത്തിൽ തകർന്ന യുക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈൻ യുദ്ധത്തിന് 1 ആണ്ട് തികയാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ബൈഡന്റെ സന്ദർശനം. യുക്രൈന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനും ഒപ്പമാണെന്ന് ആവർത്തിച്ച ബൈഡൻ കൂടുതൽ സഹായങ്ങളും പ്രഖ്യാപിച്ചു. ഇന്നേക്ക് യുക്രൈനിൽ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് 362 ദിവസം. 1-ാം വാർഷികത്തിന് 3 ദിവസം ബാക്കി നിൽക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുദ്ധമണ്ണിലെത്തിയത്. പോളണ്ട് അതിർത്തിയിൽ നിന്നും മണിക്കൂറുകളുടെ ട്രെയിൻ യാത്ര. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും അറിയാത്ത യാത്രയ്ക്കൊടുവിൽ യുക്രൈന്റെ പ്രാദേശിക സമയം 8 മണിയോടെ യുക്രൈൻ പ്രസിഡന്റിന്റെ കൊട്ടാരമായ കീവിലെ മാരിൻസ്കിയിൽ ചുരുക്കം അമേരിക്കൻ സൈനികരുടെ സുരക്ഷയിൽ ബൈഡൻ എത്തി. ബൈഡൻ എത്തുമ്പോഴും കീവിന്റെ ആകാശത്ത് യുക്രൈൻ ജനതയെ 1 വർഷത്തോളം ഭീതിപ്പെടുത്തിയ അപായ സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബൈഡൻ യുക്രൈൻ ജനതയുടെ ധീരതയെ അഭിനന്ദിച്ചു. യുക്രൈന് $50 കോടി കൂടുതൽ ആയുധ സഹായവും ബൈഡൻ വാഗ്ദാനം ചെയ്തു. പുടിന്റെ പിടിച്ചടക്കാനുള്ള തന്ത്രവും
യുക്രൈനെ തകർക്കാമെന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാമെന്നുമുള്ള മോഹവും തകർന്നെന്ന് ബൈഡൻ പറഞ്ഞു. ബൈഡനും സെലൻസ്കിയും കീവിലെ സെന്റ് മൈക്കിൾസ് പള്ളിയിലും സന്ദർശനം നടത്തി. യുദ്ധവാർഷികത്തിന് നാളെ പോളണ്ട് തലസ്ഥാനം വാഴ്സയിൽ ബൈഡൻ എത്തുമെന്നായിരുന്നു നേരത്തെ വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നത്. ശനിയാഴ്ച രാത്രി ബൈഡന്റെ പോളണ്ടിലേക്കുള്ള യാത്ര പോലും രഹസ്യ സ്വഭാവത്തോടു കൂടെയായിരുന്നു. നേരത്തെ ഇറാഖ് യുദ്ധകാലത്ത് ബുഷും അഫ്ഗാൻ യുദ്ധസമയത്ത് ഒബാമയും അതാത് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് അവിടങ്ങളിൽ അമേരിക്കൻ സേനയുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിൽ അതില്ലാതെയാണ് ബൈഡൻ ഇപ്പോൾ യുക്രൈനിൽ എത്തിയതെന്നാണ് ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. നമസ്കാരം.